ഹായ്. ആര്യൻ വിജയ് ആദ്യമായി സംവിധാനം ചെയ്ത് 2025 പുറത്തിറങ്ങിയ 916 കുഞ്ഞോട്ട് എന്ന സിനിമയെ കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. ഈ സിനിമയിൽ ഗിന്നസ് പക്രു, ടിനി ടോം, രാകേഷ് സുബ്രഹ്മണ്യൻ, പിന്നെ കോട്ടയം രമേശ്, ഡയാന ഹമീദ്, നവ്യ വർഗീസ്, ഷാജു ശ്രീധരൻ, നോബി മാർക്കോസ് എന്നിവരാണ് ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത്. ഈ സിനിമ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സിനിമ സത്യം പറഞ്ഞാൽ ഒരു വേസ്റ്റ് ഓഫ് ടൈം ആയിപ്പോയോ എന്നൊരു ഡൗട്ട് എനിക്കുണ്ട്. അതെന്റെ ഒരു അഭിപ്രായമാണ്. കാരണം ഈ സിനിമയിൽ പ്രത്യേകിച്ച് വല്ല കഥയോ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ എന്തെങ്കിലും ഒരു ഹൈപ്പ് വിചാരിക്കും, അല്ലെങ്കിൽ നല്ലൊരു ആക്ഷൻ വിചാരിക്കും, കുറച്ച് കോമഡി എന്തെങ്കിലുമൊക്കെ നന്നായിട്ട് വരുന്നു വിചാരിക്കും. പക്ഷെ ഇതിൽ പ്രത്യേകിച്ച് ഒരു തേങ്ങയുടെ മൂടും ഇല്ല എന്ന് തന്നെ പറയണം. കാരണം ഈ സിനിമ 2 മണിക്കൂറില്ല, 1.25 മണിക്കൂറിന്റെ അടുത്താണ്ടുള്ളൂ. പക്ഷെ അത്രയും വേണമായിരുന്നോ എന്ന് വിചാരിക്കും ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ. ഇനി ഈ സിനിമയെ പറ്റി പറയാം. എന്താണ് ഈ സിനിമ എന്നുള്ളത്? ഇത് കുഞ്ഞൂട്ടന്റെ ലൈഫാണ്. 916 കുഞ്ഞൂട്ടന്റെ ലൈഫിനെ കുറിച്ചിട്ടാണ് ഈ കഥ പറഞ്ഞു പോകുന്നത്. കുഞ്ഞൂട്ടൻ എന്താ പറയാ, ഒരു കല്യാണമൊന്നും കഴിക്കാതെ, കല്യാണമൊന്നും സെറ്റ് ആവാതെ ഇങ്ങനെ നടക്കുന്നു. അത്യാവശ്യം നല്ല ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു കല്യാണം കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ ഒരു പെണ്ണിനെ കാണുന്നു. ഒരു മാട്രിമോണി സംഭവം വെച്ചിട്ട് നമ്മുടെ കുഞ്ഞൂട്ടനൊരു വിവാഹാലോചന വരുന്നു. ആ കല്യാണം കഴിയുന്നുണ്ട്. ആ കല്യാണമൊക്കെ കഴിഞ്ഞ് ഇവര് ആ ലൈഫുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ആ പെൺകൊച്ചിന്, കല്യാണം കഴിഞ്ഞ ആ പെൺകൊച്ചിന് ഇവനുമായിട്ട് ജീവിതം പങ്കിടാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അതെന്താണെന്നുള്ളത് അറിയുമ്പോൾ ഈ കൊച്ചു ചെറുപ്പത്തിലെ ഒരു ചെറിയൊരു പീഡനത്തിന് ഇരയാവുന്നുണ്ട്. അതിനുശേഷം ആരും എന്താ പറയാ, ഈ പെൺകൊച്ചിന് തൊട്ട് കഴിഞ്ഞാൽ ആ ഒരു ഫീലാണ് വരുന്നത്. അതുകൊണ്ട് എനിക്ക് നടക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് കല്യാണം ഒഴിഞ്ഞു പോകുന്നു. അതുവരെയാണ് ഫസ്റ്റ് ഹാഫ് വരെയുള്ള ഒരു സംഗതികൾ പോകുന്നത്. ഇതിലിടക്ക് ആശാന്റെ രീതിയിലുള്ള ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് ചെയ്യുന്നുണ്ട്. ചെറിയൊരു ബിൽഡിങ്ങും അതിനെ പറ്റി എന്തൊരു ഓഫീസും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ഇതൊന്നും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ചുമ്മാ എന്തോ ഇങ്ങനെ ക്യാമറ വെച്ചിട്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഓരോ ഷോട്ട് എടുക്കാലോ എന്ന് വിചാരിച്ചിട്ട് എടുത്ത പോലെയാണ് എനിക്ക് സിനിമയുടെ ഹാഫ് ടൈം വരെ കണ്ടപ്പോൾ തോന്നിയത്. അതിനുശേഷം വേറൊരു പെൺകൊച്ചു വരുന്നുണ്ട്. ആ പെൺകൊച്ചു ഇവന്റെ കൂടെ പഠിച്ചതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇവന്റെ പിന്നാലെ കുറച്ച് ദിവസം നടക്കുന്നു. അങ്ങനെ ഈ പെൺകൊച്ചിന് വേറൊരു കാമുകനുണ്ട്. ആ കാമുകന്റെ ഗുണ്ടകൾ വന്നിട്ട് ഇവരെ ആക്രമിക്കാൻ വേണ്ടി വരുന്നു. നമ്മുടെ കുഞ്ഞുട്ടന്റെ അച്ഛന്റെ ഷോപ്പിൽ, അച്ഛൻ്റെ ഒരു ചായക്കട ഉണ്ട്. ചായക്കട വെച്ചിട്ട് ഇടിയൊക്കെ കൂടുന്നുണ്ട്. അങ്ങനെ ഇവളും തമ്മിൽ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞിട്ട് ചെറിയൊരു റിവെഞ്ച് ഒക്കെ എടുക്കുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഇതൊക്കെ എന്തിനാണ് ഈ സീനുകളൊക്കെ വന്നതെന്നുള്ളതൊരു പിടിയില്ല. അതിനുശേഷം ഇവരടിക്കാൻ വേണ്ടിയിട്ടാണ് ടിനി ടോമിനെ കൊണ്ടുവരുന്നത്. ടിനി ടോം ആണെങ്കിൽ ഒരു കോമഡി കഥാപാത്രം ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ഗൗരവത്തിലൊക്കെ വന്നിട്ടുള്ള ഒരു സംഭവമായിട്ടാണ് കാണിക്കുന്നത്. പക്ഷെ ടിനി ടോമും എല്ലാം ഈ സിനിമ സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, ഒരു വേസ്റ്റ് ഓഫ് ടൈം ആണ്. എന്നാലും ഞാൻ പറയാം. അങ്ങനെ വരുന്നു. പിന്നീടാണ് മനസ്സിലാവുന്നത് ഇവള് ഒരു എന്താ പറയാ, ഗോൾഡൊക്കെ സെയിൽ ചെയ്യുന്ന ഒരു മാഫിയയുടെ ഒരു കന്യാണെന്നുള്ളത്. പക്ഷെ ഈ കുഞ്ഞൂട്ടന്റെ കൂടെ ഒരു വ്യക്തി കൂടെ ഉണ്ട് കേട്ടോ. കുഞ്ഞൂട്ടന്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന ഒരു ക്യാരക്ടർ കൂടെ ഉണ്ട്. അതാണ് രസം. അദ്ദേഹത്തിനെ കാണുമ്പോൾ ചെറിയൊരു കമലഹാസന്റെ ഒരു ചെറിയൊരു ലുക്കൊക്കെ തോന്നും. മുടിയൊക്കെ വളർത്തി താടിയൊക്കെ വെച്ചിട്ട് ചെറിയൊരു ലുക്കൊക്കെ ഉണ്ട്. പക്ഷെ സൗണ്ടും ആക്ഷനൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതോടെ ആ പരിപാടിയൊക്കെ തീരും. അങ്ങനെ ഇവനെ ചതിക്കാൻ വേണ്ടിയിട്ട് വന്ന പെൺകൊച്ചാണ് രണ്ടാമതുള്ളത്. അങ്ങനെ ഇവനത് കണ്ടുപിടിക്കുന്നു. അങ്ങനെ അവരുമായിട്ട് ചെറിയൊരു ഫൈറ്റും കാര്യങ്ങളും. അപ്പോഴാണ് മനസ്സിലാവുന്നത് ഇവൻ ഭയങ്കര ഒരു ഡോണാണെന്നുള്ളത്. അതായത് കുഞ്ഞൂട്ടൻ വലിയൊരു എന്താ പറയാ, സ്മഗ്ലർ ബിസിനസ് ഒക്കെ ചെയ്യുന്ന ഒരാളാണെന്നുള്ളതൊക്കെ പിന്നീടാണ് നമുക്ക് കാണിച്ചു തരുന്നത്. പക്ഷെ ഒന്നും ഒരു വൃത്തിയില്ല. വെറുതെ എന്തൊക്കെയോ ചെയ്ത് വെച്ചിട്ട് അവസാനിപ്പിച്ച പോലത്തെ ഒരു സിനിമ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഞാൻ എടുത്ത് പറയണേ, എന്തിനാണ് ഈ സിനിമ എടുത്തത്? എന്ത് കാര്യത്തിനാണ് എടുത്തത്? ഒന്നില്ലെങ്കിലും നമ്മുടെ ഗിന്നസ് പക്രുവിന് കുറച്ചൊരു പേരും പ്രസക്തിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ മിക്കവാറും പോവും. ആ രീതിയിലാണ് ഈ സിനിമയുടെ കഥയൊക്കെ പോകുന്നത്. ലാസ്റ്റ് ഈ ചതിക്കാൻ വന്ന പെങ്കൊച്ചിനെയും അവന്റെ കൂടെയുള്ള ആൾക്കാരൊക്കെ ഇവന്റെ ഒപ്പം നിൽക്കുന്ന ആളൊക്കെ വന്നിട്ട് ഫൈറ്റ് ചെയ്തിട്ട് എന്തൊക്കെ കാണിക്കുന്നുണ്ട്. ആകെ ഒരുമാതിരി മോശമായിട്ട് ഉള്ള ഒരു സീനുകളൊക്കെയാണ്. അവർ തമ്മിലൊക്കെ ഒരു ഫൈറ്റ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്നാ ഒരു ഫൈറ്റാന്ന്, ഇമ്മാതിരൊക്കെ ഫൈറ്റ് വേറെ എവിടെയെങ്കിലും കാണോ എന്നുള്ള രീതിയിലൊക്കെയാണ് ഈ സിനിമ മുന്നോട്ട് പോകുന്നത്. അങ്ങനെ ആ ഫൈറ്റ് ഒക്കെ കഴിഞ്ഞ് അതിലിടക്ക് വേറെ സ്റ്റോറി ഉണ്ട്. ഇവൻ കല്യാണം കഴിച്ച പെണ്ണ് ഇവനെ വേണ്ടെന്ന് പറഞ്ഞ് ഉപേക്ഷിച്ച് പോകുന്നുണ്ട്. ലാസ്റ്റ് ടൈമിൽ എല്ലാം സെറ്റ് ആവും എന്ന് പറഞ്ഞിട്ട് തിരിച്ചു വന്നതിലാണ് സിനിമ അവസാനിപ്പിക്കുന്നത്.
അതിനിടയ്ക്ക് വീണ്ടും വേറൊരു സ്റ്റോറി ഉണ്ട്. ഇതെല്ലാം അവസാനിച്ച് പേരൊക്കെ എഴുതി കഴിയുന്ന സമയത്ത് കുഞ്ഞുട്ടിനൊരു കോൾ വരുന്നു. വേറൊരു വ്യക്തി, അവൻ വലിയ ഡോണാണെന്ന് തോന്നുന്നുണ്ട്, ആ രീതിയിൽ വേറൊരു കോൾ വരുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് സിനിമ നിർത്തി അവസാനിപ്പിച്ചിട്ടുള്ളത്. എന്തിനാണ് സിനിമ എടുത്തത്, അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഒരു പ്രത്യേകിച്ച് ഒരു കഥയോ ആ കഥയ്ക്ക് പറ്റിയിട്ടുള്ള എന്തെങ്കിലും ഒരു ഇമോഷൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. അതായത് ആർക്കും പ്രത്യേകിച്ച് ഒരു റോളൊന്നുമില്ല, ചുമ്മാ എന്തെങ്കിലുമൊക്കെ കൊടുത്ത് കോമഡി ഒക്കെ ആക്കിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ കാട്ടിക്കൂട്ടിയിട്ടുള്ള ഒരു സിനിമയായിട്ടാണ് 916 കുഞ്ഞൂട്ടൻ എന്ന സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. അപ്പോ നിങ്ങൾ ആരെങ്കിലും ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എനിക്ക് കമന്റ് ആയിട്ട് അറിയിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത സിനിമയുടെ വിശേഷമായിട്ട് വീണ്ടും കാണാം. ഇപ്പൊ ബൈ.